പാതിരാത്രിക്ക് താരത് കുഴപ്പം. ആ പാടാ. എന്തെന്ന് സ്വപ്ന? അവൻ്റെ കോപ്പിലൊരു സ്വപ്നം. പോയി കിടന്നോടാ ഭ്രാന്ത്. ഈ കോവിഡൊക്കെ വന്നപ്പോൾ നമുക്കൊക്കെ കുറേ മാറ്റം സംഭവിച്ചല്ലേ. ഫുൾ ടൈം വീട്ടിനകത്തായിപ്പോയി. പക്ഷേ ഇതൊക്കെ വരുന്നതിന് മുന്നേ തന്നെ വീട്ടിനകത്തിരിക്കാൻ മാത്രം ഇഷ്ടപ്പെടുന്ന ചിലരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. മറ്റ് സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സമൂഹജീവിയായിരുന്നിട്ടും സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ താല്പര്യപ്പെടുന്നവർ. ഇതവർക്കാണ് ദിസ് ഫിലിം ഫോർ ഓൾ ഇൻട്രോവേർട്സ്. സത്യം പറഞ്ഞാൽ എനിക്കെല്ലാം ഒരു വിധത്തിൽ സ്വപ്നങ്ങളാണ്. ഇടയ്ക്കിടെ ഞാനും നിങ്ങളും മാത്രം ഉൾപ്പെടുന്ന യാഥാർത്ഥ്യമല്ലാത്ത എൻ്റെ മനസ്സിൽ കയറി വരുന്ന വെറും സ്വപ്നങ്ങൾ. ചിലപ്പോൾ തോന്നും എന്നെപ്പോലെ ഞാൻ മാത്രമേ കാണുന്നു. ഞാൻ കാണുന്ന ചുറ്റുപാടെല്ലാം ഇപ്പോഴും എനിക്ക് അപരിചിതമാണ്. എന്നാൽ എല്ലാവരും അങ്ങനെയാവണമെന്നില്ലല്ലോ. രാവിലെ തന്നെ നേരം വിളിക്കാണല്ലോ ദൈവേ. എന്തോന്നടേ, എഴുന്നേറ്റേ വാ, പുറത്തു പോയിരിക്കാം. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വല്ല പ്രാന്ത് പിടിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ വേറെ അഡിക്ഷൻസ് ഒക്കെ വരുന്നത്. അല്ല, നീ ഇത്ര നേരം അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു? ഞാൻ രാവിലെ എഴുന്നേറ്റുണ്ടായിരുന്നു. പിന്നെന്താ, ഞാൻ അവിടെ നിന്ന് എണീറ്റ് ഈ ടേബിളിൽ വെച്ചിരുന്ന് ചായ കുടിച്ചു. പിന്നൊന്നുമില്ല, ഞാൻ വീണ്ടും പോയി കിടന്നു. എന്തേ? പിന്നെ എന്തിനാ എപ്പോൾ വിളിക്കണത്? ആ പറ, എന്തെന്ന്? ഞാനും എൻ്റെ വീട്ടിൽ പോയിക്കോടാ. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? പിന്നെ കൊണ്ട് എടാ, ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. സോന വിളിക്കുന്നുണ്ട്. എടാ, നിനക്കെന്തോ കാര്യമായിട്ട് പറ്റിണ്ട് കേട്ടോ. അവനീ പറഞ്ഞത് വല്ല കാര്യമുണ്ടോന്നൊക്കെ ചോദിച്ചാ അവൻ മാത്രമാണ് എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത്, ഇടയ്ക്ക് ഇവിടൊക്കെ വരുന്നതും. ഈ നാടും നാട്ടുകാരൊക്കെ എപ്പോഴും തിരക്കിലാണ്. എല്ലാവരും എന്തേലൊക്കെ ചെയ്ത് ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കും. പക്ഷേ എനിക്കിപ്പോഴും ഈ നാടും നാട്ടുകാരൊക്കെ അപരിചിതമാണ്. 17, 18, 19, 20. ഇവതുവരെ പോയില്ലേ? ഡാ, ആ ചക്ക എത്ര നേരമായിട്ട് അവിടെ നിൽക്കണു? പോയ നീയേ? എന്താടാ? എത്ര നേരമായിട്ട് നീ വരാന്ന് പറഞ്ഞിട്ട്? 5 മിനിറ്റ്. നല്ലതാ, കണ്ടാലും തോന്നും. അതല്ല, ഞാൻ വേറെ ഒരു വിധത്തിൽ പറഞ്ഞ
എനിക്കൊരാളിലുണ്ടല്ലോ ഇതൊക്കെ പറയാൻ, എനിക്കറിയാത്ത സമൂഹത്തെ പരിചയപ്പെടുത്തി തരാൻ. ശരിക്കു പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം മാറാൻ ദിവസങ്ങളോ മാസങ്ങളോ ഒന്നും വേണ്ട, ഒരൊറ്റ നിമിഷം മതി. എനിക്ക് ആ സമയം അന്നായിരുന്നു. അന്ന് പതിവില്ലാതെ അവൻ എന്തൊക്കെയോ പറഞ്ഞ് പുറത്തിറക്കി. അവൻ്റെ മുഖത്ത് ഞാൻ ആദ്യമാണ് ഇങ്ങനെ പുച്ഛവും ദേഷ്യവും സഹതാപവും എല്ലാം ഒരുമിച്ച് കാണണം. ഈയടുത്ത് ഇവിടെ എവിടെയോ നടന്നൊരു മോഷണത്തെ അവൻ എന്തിനോ ഞാനുമായി റിലേറ്റ് ചെയ്യിക്കുകയായിരുന്നു. മോഷണോ? എപ്പോ? എവിടെ വെച്ച്? തോന്നി നീ കേട്ടിട്ടുണ്ടാവില്ലെന്ന്. സാധാ മോഷണം പോകുന്ന ജ്വല്ലറി ബാങ്കൊന്നുമല്ല, മോഷണം പോയിരിക്കുന്നത് ഒരു സാധാ ബാബ ഷോപ്പാണ്. ഇവിടെ അടുത്തുള്ളൊരു സാധാ ബാബ ഷോപ്പ്. പിന്നെ പെട്ടെന്ന് നോക്കിയാൽ അവിടെയൊന്നും മോഷണം പോയിട്ടില്ല എന്ന് എല്ലാവരും പറയുന്നത്. പക്ഷെ നാട്ടുകാരൊക്കെ പറയുന്നത് എന്താണെന്നറിയോ, അവിടെ നീ മുടി വരുന്ന ഈ ഡ്രിമ്മറില്ലേ, അതെന്തോ മോഷണം പോയിക്കുന്നത്. ഇപ്പം നിന്നോട് പറയുന്ന കാരണം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ നിൻ്റെ ഫോൺ നോക്കിയപ്പോൾ നീ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിരിക്കുന്നത് ഈ ട്രിമ്മറായിരുന്നു. എന്താ നീ എന്തൊക്കെയാണ് ഈ പറയണേ? നീ ഞാൻ പറയണ ഫുള്ള് കേൾക്ക്. എടാ, ഈ ചെറിയ മോഷണത്തിന് അയാൾ 8 മണിക്കൂറൊക്കെ എടുത്തു ഇത്രേ ഈ ട്രിമ്മർ മോഷ്ടിക്കാനേ. അതാ എൻ്റെ രസം. നീ എൻ്റെ കാര്യം ചോദിക്കുമ്പോൾ എൻ്റെ കാര്യം മാത്രം ചോദിക്കുക. നീ എന്തിനാ ഇയാളുടെ എന്നെ കൂടി മിക്സ് ചെയ്യാൻ നോക്കുന്നേ? എടാ, നീ ഞാൻ പറയണ ഫുള്ള് കേൾക്ക്, എന്നിട്ട് എന്ത് വേണേ പറഞ്ഞു. നീ ഇന്നലെ എപ്പോൾ കിടന്നു തുടങ്ങിയെന്ന് പറഞ്ഞേ? 9:00 9:00 എന്ന് പറയുമ്പോൾ ഒരു 8 മണിക്കൂർ കൂട്ടിയ പുലർച്ചെ ഒരു 5:30. നീ ഇന്നലെ എന്നെ 5:00 വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ. എന്തിനാ? നീ രാവിലെ നിൻ്റെ വീട്ടിലുണ്ടെന്ന് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടോ? അതേടാ, ഞാനാ ചെയ്തേ. നീ എന്തൊക്കെയാണ് ഈ പറയണേ? ഞാൻ പറയണ കേക്ക്, എന്നിട്ട് എന്ത് വേണം പറഞ്ഞോ. പിന്നെ പെട്ടെന്ന് അവർക്ക് ആ സ്ഥലത്തു നിന്ന് അവർക്ക് പ്രധാനപ്പെട്ട ഒന്നും കിട്ടിയിട്ടില്ല. പോലീസുകാരല്ലേ, അവർക്ക് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. അവർക്കെന്തോ ഒരു സ്റ്റിക്കർ അവിടെ നിന്ന് കിട്ടിയത്രേ. ആ സെയിം സ്റ്റിക്കർ 2 ദിവസം മുമ്പ് ഞാൻ നിൻ്റെ മൊബൈൽ കവറിൽ കണ്ടിരുന്നു. ഇല്ലയെന്നൊന്നും നീ പറയണ്ട, പക്ഷേ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ആ സ്റ്റിക്കർ കണ്ടില്ല. CR7 MST എന്ന് പറയണ പോലത്തെ സ്റ്റിക്കറുകൾ അത് എത്ര പേർക്ക് കാണൂടാ? എടാ, ഞാൻ ഈ ലോകത്തിൽ തന്നെയല്ലേ ജീവിക്കുന്നത്. ഈ ഗൂഗിളിലൊക്കെ നീ പറഞ്ഞ പോലെ CG എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരൊറ്റ പേരെ കാണുന്നുള്ളൂ, കാൾ ഗഗാസിയൻ. CG അമേരിക്കയിലെ ഒരു സ്റ്റാറ്റിക് പ്രൊഫസർ, ഒരു ബോൺ സൈക്കോപാത്ത് ക്രിമിനൽ. അയാളുടെ ആദ്യത്തെ റോബറി നടത്തിയത് അയാളുടെ 19ാമത്തെ ബർത്ത്ഡേയുടെ ആ രാത്രി. ഇതിപ്പോൾ നിന്നോട് ഞാൻ പറയുന്നതിന് ഇതിൻ്റെ ബർത്ത്ഡേ ഇന്നലെ ആയതുകൊണ്ട് മാത്രമല്ല. അയാൾ അറിയപ്പെടുന്നത് ഫ്രൈഡേ നൈറ്റ് റോബർ എന്നൊക്കെയാണ്. ഈ വെള്ളിയാഴ്ച മാത്രം റോബറിക്കായി തിരഞ്ഞെടുക്കുന്നു. പിന്നെ ഈ 1968 ഇയാൾ ആദ്യം റോബറി ചെയ്യുന്നത്. ഇന്നലെ അതേ ദിവസം മാർച്ച് 20. ഇതിലെന്താ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1968 ശേഷം, അതായത് 2000 കഴിഞ്ഞ് ഈ മാർച്ച് 20 ഒരു ഫ്രൈഡേ ആയി വരുന്നത് ഈ വർഷമാണ് 2020. പിന്നെ ചുമ്മാ ഒരു രസത്തിന് എൻ്റെ ആ ടേബിളിലിരിക്കുന്ന ടോർച്ചില്ലേ, അത് പിന്നെ ഞാൻ ചുമ്മാ നോക്കിയെന്നേ ഉള്ളൂ. നീ ചോദിച്ചില്ലേ എന്തിനാ നിന്നെ റിലേറ്റ് ചെയ്യിപ്പിക്കാനൊക്കെ നോക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ വെറും തോന്നലുകളാവട്ടെ എന്നൊരു വിശ്വാസം. അതുകൊണ്ട് മാത്രമാണ് നിന്നോട് ഇതൊക്കെ പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഈ പോലീസ് പൊട്ടന്മാരൊന്നുമല്ലോ. ഞാൻ പറഞ്ഞ കാര്യം അവർക്ക് കണ്ടുപിടിക്കാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. എടാ, പിന്നെ ഈ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നതേ അതൊരുമാതിരി പ്രേതങ്ങളെ പോലെയാ. ഈ രാവിലെ വരില്ലെന്ന് നമ്മൾ എങ്ങനെ മനസ്സിൽ പിടിച്ചാലും രാത്രി കൃത്യമായിട്ട് മനസ്സിൽ കയറി വന്നോളൂ. ഈ പോലീസ് പൊട്ടന്മാരൊന്നുമല്ലോ. ഞാൻ പറഞ്ഞ കാര്യം അവർക്ക് കണ്ടുപിടിക്കാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. പിന്നെ ഈ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നതേ അതൊരുമാതിരി പ്രേതങ്ങളെ പോലെയാണ്. ഈ രാവിലെ വരില്ലെന്ന് നമ്മൾ എങ്ങനെ മനസ്സിൽ പിടിച്ചാലും രാത്രി കൃത്യമായിട്ട് മനസ്സിൽ കയറി വന്നോളൂ. നീ ഇന്നലെ എപ്പോൾ കിടന്നു തുടങ്ങിയെന്ന് പറഞ്ഞാൽ 9:00. നീ ഇന്നലെ എന്നെ 5:00 വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ. എന്തിനാ? നീ രാവിലെ നിൻ്റെ വീട്ടിലുണ്ടെന്ന് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടോ? അതെ, അധിക സമയമൊന്നും വേണ്ടല്ലോ കാര്യങ്ങൾ മാറാൻ.
സത്യം പറഞ്ഞ എന്തോ എന്തിനുള്ളിലേക്കോ ആക്കപ്പെട്ടു പോയ പോലെ. എടാ എനിക്ക് ഇതിനെ കുറിച്ച് വലിയ പിടുത്തൊന്നുമില്ല. എടാ നീ നാട്ടുകാരോടും മിണ്ടാത്തോണ്ട് ഈ പ്രശ്നം. നീ പുറത്തിറങ്ങി എടാ നീ ഇവിടെ തന്നെ എന്താ ഇരിക്കുന്നേ? നിനക്കൊന്ന് പുറത്തിറങ്ങി നടന്നാൽ എന്താ? മറ്റുള്ളവരോടൊന്ന് സംസാരിച്ചാൽ എന്താ? വീട്ടിലല്ലേ ഇരിക്കുള്ളൂ, പുറത്തേക്കൊന്നും ഇറങ്ങില്ലേ? നീ ആ ജോസഫിന്റെ മോനാണോ? നിന്നെ ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. നീ മിണ്ടണ്ട, ആരോടും മിണ്ടണ്ട. നിനക്ക് വേണ്ടി നീ ഇല്ലാതെ പിന്നെ ഞാൻ സംസാരിക്കും. ഞാനെന്താ എന്നിലേക്ക് ചുരുങ്ങി പോകാണ്? ഇത്ര നാൾ അങ്ങനെയായിരുന്നു. ഇനി മാറേണ്ട സമയമാണ്. ആവശ്യങ്ങളാണല്ലോ എല്ലാം ചെയ്യിക്കുന്നത്. പക്ഷേ അവൻ പറഞ്ഞ പോലത്തെ ഒരു മനുഷ്യനെ ഞാൻ CG എന്ന് സെർച്ച് ചെയ്തപ്പോൾ കണ്ടില്ല. അപ്പോൾ എന്തിനാണവൻ? അടുത്തതായി ചോദിക്കേണ്ടത് അയാളോടാണ്, ആ ബാർബറോട്. അപ്പോൾ ചേട്ടൻ പറയണത് അപ്പൊ പിന്നെ എന്തിനാണ് അവൻ എന്നോട് ഇങ്ങനൊരു കണ്ണക്കഥ പറഞ്ഞു? എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പോലെ പ്രാന്ത് പിടിക്കും കേട്ടോ, ഇങ്ങനെയൊക്കെ ഓരോ അഡിക്ഷൻസ് ഒക്കെ വരുന്നത്. എടാ നീ പുറത്തേക്കൊക്കെ നടന്നു എല്ലാവരോടൊക്കെ ഒന്നും ഉണ്ട്, കാര്യം തീരെ. അവന് പത്രത്തിൽ നിന്ന് ന്യൂസ് കിട്ടിയെന്നല്ലേ പറഞ്ഞത്? അല്ല, അവൻ പറഞ്ഞത് 9:30-ക്കും 5:30-ക്കും ഇടയിലല്ലേ റോബറി നടന്നു വന്നു. അതെങ്ങനെ ശരിയാവണേ? സാധാരണ പത്രം അടിച്ച ലാസ്റ്റത്തെ പ്രിൻ്റ് വരണത് 2 മണിക്കാണ്. 5:30-ക്ക് നടന്ന റോബറി എങ്ങനെയാണ് ആ പേപ്പറിൽ വരുന്നത്? നമുക്ക് സംഭവിക്കാവുന്ന ഒരു എക്സ്ട്രീം പൊസിഷൻ അത് ചിന്തിച്ച് കഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ഭയങ്കര സിമ്പിളാണ്. അതെ, എന്നോ അതവനൊരു ആവശ്യമായിരുന്നു എനിക്ക് അപരിചിതമായ ലോകത്തെ പരിചയപ്പെടുത്തി തരാൻ. ഹി മെയ്ഡ് എ സ്റ്റോറി. അതിന് ആദ്യം അവൻ എന്നിൽ എക്സ്ട്രീം ഷോക്ക് ഉണ്ടാക്കുന്ന സ്റ്റോറി കുത്തി നിറച്ചു. എന്നെ ആ എക്സ്ട്രീം പൊസിഷനിൽ എത്തിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മാറിയത്, മാറാനുള്ള ശ്രമം നടത്തിയത്. എല്ലാം അവൻ്റെ പരീക്ഷണമായിരിക്കണം. ഞാൻ ഒരിക്കൽ കൂടെ ആ പഴയ ഞാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം പറക്കാനായിട്ട് ഒരു തുറന്ന വാതിലുണ്ടായിട്ടും പറക്കാൻ ആഗ്രഹിക്കാത്തൊരു കിളിയെ പോലെയായിരുന്നു ഞാൻ. വെറുമൊരു കള്ളക്കഥ കൊണ്ട് എൻ്റെ ഈ ചിറക് വിരിപ്പിക്കാൻ അവന് സാധിച്ചു. പൂനാമുച്ചി ശാഖയിൽ നിന്നാണ് ഞെട്ടിക്കുന്ന തരത്തിലുള്ള മോഷണം നടന്നിരിക്കുന്നത്. വളരെ സുരക്ഷിത സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും വളരെ വിദഗ്ധമായിരുന്നു മോഷണമെന്ന് പോലീസ് പറയുന്നു. കെട്ടിടത്തിന്റെ അടിയിലുള്ള ബാർബർ ഷോപ്പിലൂടെ അകത്തു കയറി മുകളിലേക്ക് 1.5 മീറ്റർ വീതിയുള്ള നിലം തുരന്നാണ് മോഷണമെന്ന് അനുമാനിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ റിപ്പോർട്ടർ പ്രദേശ് സംഭവ സ്ഥലത്തുനിന്നും നമ്മോടൊപ്പം ചേരുന്നു. നിക്ഷേപകരുടെ വൻ തിരക്കാണ് ബാങ്കിന് മുമ്പിൽ കാണപ്പെടുന്നത്. 33 ലക്ഷം രൂപയുടെ കറൻസികളും 11 കിലോ സ്വർണ്ണമാണ് മോഷണം പോയിരിക്കുന്ന റിവ്യൂ. തലേദിവസം ഇങ്ങനൊരു റോബറിയുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കുന്ന ഒരു യുവാവ് വന്നതെന്നാണ് താഴെ അടിയിലുള്ള ബാബർ വ്യക്തമാക്കുന്നത്. അയാൾക്കിതിൽ പങ്കുണ്ടെന്നാണ് പോലീസ് നിഗമനം. CCTV ഫുട്ടേജിൽ അയാളുടെ രൂപം വ്യക്തമായി പതിഞ്ഞിരിക്കുന്നെന്ന് SI പറയുന്നു. ഉടനെ തന്നെ അയാളെ കസ്റ്റഡിയിലെടുക്കുമെന്നും ASI മീഡിയയോട് പറഞ്ഞു.
ഇൻസോമി എന്നത് ഈ സിനിമയിൽ പരാമർശിക്കുന്ന കാൾ ഗഗാസിയൻ അഥവാ CG എന്ന വ്യക്തിയുടെ മാതൃഭാഷയായ ക്ഷോസ എന്ന ഭാഷയിൽ നിന്നാണ്. അതിനർത്ഥം ഫേക്ക് സ്റ്റോറി.